ഗുരു എന്നാൽ എന്താണ് എന്ന് താളിയോലയിൽ വളരെ വ്യക്തമായി അഗസ്ത്യമുനി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഗുരുവിന്റെ യോഗ്യത താഴെ പറയുന്നവയാണ്: ശരമറിഞ്ഞോൻ, പരമറിഞ്ഞോൻ, പാശമറ്റോൻ, പലതും കറ്റോൻ, കരമറിഞ്ഞ്. നിങ്ങൾക്ക് എന്റെ കയ്യിലേക്ക് നോക്കാം. എന്റെ കൈ ശൂന്യമാണെന്ന് നിങ്ങൾ പറഞ്ഞേ, പക്ഷേ എന്താണ് ഈ കരത്തിൽ ഇല്ലാത്തത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ പ്രപഞ്ചത്തിലുള്ള സർവശക്തിവിശേഷങ്ങളും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ എനർജിയും ബ്രഹ്മാണ്ടത്തിലുള്ള സർവ ചരാചരങ്ങളുടെ ശക്തിയും ഈ കൈകളിൽ, നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. തള്ളവിരൽ മുതൽ ചെറുവിരൽ വരെ 5 വിരലുകൾ. തള്ളവിരൽ ആകാശ തത്വത്തെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ വിരൽ വായു തത്വത്തെ സൂചിപ്പിക്കുന്നു. മൂന്നാമത്തെ വിരൽ അഗ്നി തത്വത്തെ റെപ്രസെന്റ് ചെയ്യുന്നു. നാലാമത്തെ വിരൽ ജലത്തെ സൂചിപ്പിക്കുന്നു. അഞ്ചാമത്തെ വിരൽ ഭൂമിയെ സൂചിപ്പിക്കും. ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ ആന്തരിക അവയവങ്ങൾ എല്ലാം തന്നെ ഈ പഞ്ചഭൂത നിർമ്മിതമാണ്. ഏതെങ്കിലും പഞ്ചഭൂതത്തിന് ഏറ്റക്കുറച്ചിൽ ഉണ്ടായാൽ അത് ആന്തരിക അവയവങ്ങളെയും നമ്മുടെ ശരീരത്തെയും ബാധിക്കുകയും നമ്മൾക്ക് രോഗങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ രോഗം പരിഹരിക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗം ഈ പഞ്ചഭൂതങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന വിരലുകളെ ഉത്തേജിപ്പിക്കുകയാണ്. ദഹനക്കേട് കൊണ്ട് നിങ്ങൾക്ക് വയറുവേദന ഉണ്ടെന്ന് വിചാരിക്കുക, അത് അന്നമയ തത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ചെറിയ വിരൽ, അന്നമയത്തെ സൂചിപ്പിക്കുന്ന ചെറിയ വിരലിന്റെ നഖത്തിന് താഴെ ചെറുതായി 3 മിനിറ്റ് നേരം അമർത്തി നോക്കൂ. വയറുവേദന പമ്പ കിടക്കും. തള്ളവിരലിന്റെ നഖത്തിന് താഴെ അമർത്തിയാൽ തലവേദന മാറും. അത് കാരണം അത് ആകാശ തത്വത്തെ റെപ്രസെന്റ് ചെയ്യുന്ന വിരലാണ്. ചൂണ്ടുവിരൽ നിങ്ങൾക്കറിയാം, വായു തത്വത്തെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. വായു സംബന്ധമായ അസുഖം തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ചൂണ്ടുവിരലിന്റെ നഖത്തിന് താഴെ 3 മിനിറ്റ് അമർത്തി നോക്കും. മധ്യവിരൽ അഗ്നിയെ സൂചിപ്പിക്കുന്നു. ജഡരാഗ്നി അല്ലെങ്കിൽ നമ്മുടെ ദഹനശക്തിയെ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ മധ്യവിരലിന്റെ നഖത്തിന് താഴെ 3 മിനിറ്റ് അമർത്തിയാൽ മതിയാകും. അപ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചെറിയ ലളിതമായ ചില അസുഖങ്ങളെ പരിഹരിക്കാൻ നമ്മുടെ ശരീരത്തിൽ തന്നെ ഈശ്വരൻ അതിനുള്ള റിക്കവറി പോയിന്റ്സുകൾ ഉണ്ടാക്കി. അങ്ങനെ നമ്മുടെ കരം തന്നെ പരിശോധിച്ച് നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാവും. മദർ തമ്പ് ആയ തള്ളവിരലിന്റെ സഹായം കൂടാതെ ഒരു വിരലിനും മദർ തമ്പിനോട് അടുക്കാൻ കഴിയില്ല. നിങ്ങൾ സ്വയം പരിശോധിച്ച് നോക്കൂ. തള്ളവിരലിന് ചലനമില്ലാതെ പിടിക്കുകയും മറ്റെല്ലാ വിരലുകളും ആ തള്ളവിരലിന്റെ മുകളിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക. തള്ളവിരലിൽ ഒരു ചലനവും വരരുത്, അത് സ്റ്റിഫ് ആയിരിക്കണം. എന്തുകൊണ്ട് സാധ്യമല്ല? ആകാശ തത്വമാണ് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം. അത് ആത്മബന്ധിയാണ്. ആത്മാവുമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് മറ്റു തത്വങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ആത്മബന്ധം പുലർത്തുവാൻ നിങ്ങളുടെ അമ്മയുടെ ബന്ധം എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഉപദേശിക്കുന്നു.